Searching for greatness. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം, ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ബിഗ് സൈസിലുള്ള ഉള്ളിയും അതേപോലെ തന്നെ 4 തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 1 കിലോ ചിക്കന് ഉപ്പും മഞ്ഞളും മുളകും കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റെങ്കിലും വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിത് പൊരിച്ചിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെക്കുക. എന്നിട്ട് പിന്നെ അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലാണ് ഫ്രൈ ചെയ്യേണ്ടത്, വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ലേ ഇതിൽ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ചിക്കന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഓയിൽ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഇത് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. വല്ലാണ്ട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കുക. 2 സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ഓയിലിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഈ ഒരു ഓയിലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തെടുക്കുക, വാട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് അതൊന്ന് വാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇത് വഴറ്റിയെടുത്ത് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഇതിൽ നിന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആദ്യമൊക്കെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ തക്കാളി വേറെ വെള്ളത്തിലിട്ടിട്ട് അത് വേവിക്കുകയായിരുന്നു ഞാൻ പതിവ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ടും തോന്നി, നല്ല ടേസ്റ്റി ആയിട്ടും തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ സ്കിന്നോട് കൂടെ തന്നെ നമ്മുടെ സാധാരണ ഉള്ളി തക്കാളിയൊക്കെ വാട്ടി ചെയ്യില്ല, അതേപോലെ തന്നെ ഉള്ളി ഇട്ട് അതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ട് വഴറ്റിയിട്ട് എന്നിട്ടാണ് ഇനി മിക്സിയിലിട്ടിട്ട് അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി, പിന്നെ നമുക്കൊരു ഈസി ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ആഡ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആ ഒരു ബാക്കിയുള്ള ഓയിലാണല്ലോ ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ബട്ടറിൻ്റെയും കൂടെ ടേസ്റ്റ് വരണ്ടേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് ഈ ഉള്ളിയും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ഈ ബട്ടറും കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ബട്ടറും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ചേർന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, അത് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് ഞാൻ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. എന്നിട്ട് അത് പൊതിർത്ത് വന്നതിന് ശേഷം ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മാത്രം ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ആ അണ്ടിപ്പരിപ്പും കൂടെ ഇതിലിട്ട് അതും കൂടെ ഒന്ന് നമുക്ക് ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് അത് വെന്ത് വരാനുള്ള ഒരു സമയം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വാട്ടിയെടുത്തിട്ട് വരാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൗഡറും ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെടുത്ത ബട്ടർ സാൾട്ടഡ് ആണെങ്കിൽ നമ്മൾ അതിന് കണക്കായിട്ട് വേണം നോക്കിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും കൂടെ ആവുന്ന സമയത്ത് ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ മിക്സാക്കിയിട്ട് എടുത്ത് അതിൻ്റെ കളറൊക്കെ നല്ലോണം ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമുക്ക് ഒരു 250 ml ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ആ വെള്ളം വറ്റി വരുന്നത് വരെ. നല്ലോണം വറ്റേണ്ട ആവശ്യമില്ല, എന്നാൽ അതൊന്ന് വെന്ത് ആ ഒരു കൊഞ്ഞ പരുവാകുന്നത് വരെ ഇതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ മൂടി തുറന്ന് നോക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട വെള്ളവും പിന്നെ അതിൽ ഓയിലും ആ ഒരു ബട്ടറും ഒക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഇതെടുത്ത് വെക്കാം. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ റെഡിയാക്കുന്ന പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബട്ടറും 1 ടേബിൾ സ്പൂൺ ബട്ടറും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇല്ലേ അതും കൂടെ ഇതിലേക്ക് ചേർക്കുക. ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആ മിക്സി ഒന്ന് കഴുകിയെടുത്തിട്ട് വരുന്ന ആ വെള്ളം ഇല്ലേ അതും കൂടെ ചേർത്ത് എന്ത് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്തിട്ട് വരാം നമുക്ക്. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്ത സമയത്ത് എനിക്കൊരു കുറച്ച് ഉപ്പ് കുറഞ്ഞതുപോലെ തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറച്ചും കൂടെ ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടി ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ഞാനിതിൽ ആഡ് ചെയ്ത് ഇത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ട് വന്നു. ശേഷം ഇതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ കസൂരി മേത്തിയില്ലേ അതും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. ഞാനിതിൽ ഫ്രഷ് ക്രീമോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഓൺലി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കിയതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോകുന്ന തിരക്കിൽ തന്നെ എൻ്റെ അടുത്ത് ഇത് സെർവ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൊണ്ടുപോയ സമയത്ത് അവിടെ എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ മുട്ടസുർക്കയും പിന്നെ നമുക്ക് എന്താ പറയുക പൊറോട്ടയും ചപ്പാത്തിക്കും ഒക്കെ നമുക്കിത് ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.